ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഗംഗപ്രസാദ് തന്നെയാണ് ജെറി ജോൺ എന്ന് പറഞ്ഞ സത്യം എല്ലാവരും മനസ്സിലാക്കാട്ടോ. ആ ഭാഗമാണ് കഴിഞ്ഞ ദിവസം കാണിച്ചത്. അപ്പൊ നമ്മുടെ കിരൺ പറയുന്നുണ്ട്, കല്യാണി ഇനി സൂക്ഷിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നീയാണ്. കാരണം ഞാൻ കിടപ്പിലാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം ഇനി അപ്പൊ അവനെ ഒന്നും ഉപദ്രവിക്കാൻ വരാൻ പോണമെന്നില്ല. കാരണം നീ ഒരു സാധാരണ പെണ്ണാണെന്നാണ് അവന്റെ വിചാരം. നിന്നെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനും നിന്നെ, അതായത് കാർത്തികേയനെ സംരക്ഷിക്കുന്നത് നീയാണല്ലോ. അത് കഴിഞ്ഞിട്ട് അച്ഛനും അതുപോലെ തന്നെ അമ്മയുമാണ്. അതുകൊണ്ട് നിന്നെ ആയിരിക്കും അടുത്തത് അവൻ ടാർജറ്റ് ചെയ്യണത്. അതിനുശേഷം അച്ഛനൊരു പ്രാവശ്യം ഒന്ന് കൊടുത്താണ്. അതുപോലെ തന്നെ അമ്മ തോക്കെടുത്തുകൊണ്ട് അമ്മേനോടും അവനെ വല്ലാതെ ദേഷ്യമുണ്ട്. അതുകൊണ്ട് നീയും അച്ഛനും അമ്മയാണ് ഇനി ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ പറയണം. കല്യാണി പറയണ്ട്, എന്നെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല കിരണേട്ടാ, പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. അതിനിടെ ജീവൻ കളയേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് കിരൺ. പറയണ്ട്, കല്യാണി എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെ സ്നേഹിക്കുന്ന ആർക്കും ഒന്നും സംഭവിക്കരുത് എന്ന് തന്നെ എനിക്കുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഈ കിടന്ന കിടപ്പ് ഇവിടെ തന്നെ ഇത്രയും ദിവസമായിട്ട് കിടക്കണത്. കിരണിനോട് പറഞ്ഞിട്ട് കല്യാണി പറഞ്ഞിട്ട്, കിരണട്ട ഇതിനേക്കാൾ എത്രയോ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് വന്നതാണ്. ശരിയാ, ജെറി ജോൺ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സാധാരണ ഒരു ഗുണ്ടയല്ല. അവൻ പഠിച്ച കള്ളൻ തന്നെയാ. അവനെ കുറച്ച് ടാർഗറ്റ് ചെയ്യാൻ കുറച്ച് വളഞ്ഞ വഴി കൂടി അവനെ കീഴ്പ്പെടുത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ടിട്ട് എന്തായാലും നമുക്ക് ആ ഒരു വഴി വേണം എടുക്കാനായിട്ട്. അത് മനോഹറിനെ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ നോക്കിയത്, അതുപോലെ തന്നെ ഇയാൾക്കിട്ടും ഒരു പണി കൊടുക്കണം. പിന്നെ പ്രകാശിനെ പണി കൊടുത്തത് ലക്ഷ്മി അമ്മേനെ രണ്ടാമത് വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ടാണല്ലോ പണി കൊടുത്തത്. അതുപോലെ തന്നെ മനോഹരനാണെങ്കിൽ പണി കൊടുക്കാൻ പോകണം. അതായത് വന്ദന എന്ന് പറഞ്ഞ വരുണിനെ കല്യാണം കഴിക്കുമ്പോ മനോഹറും ഈ പരിപാടി നിർത്തും. പോലീസൊക്കെ ഓൾറെഡി അവിടെ മണ്ഡപത്തിൽ എല്ലാ പോലീസുകാരും ഉണ്ട് മനോഹറിനെ തൂക്കിയെടുത്തോണ്ട് പോകാനായിട്ട്. അപ്പൊ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതുപോലെ തന്നെ ജെറി ജോൺ, അതായത് ഗംഗപ്രസാദിനും ഒരു ബലഹീനതയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതിൽ വേണം നമ്മൾ കയറി പിടിക്കാനായിട്ട്. അതിനുശേഷം അവനും ഇതുപോലെ തന്നെ കീഴ്പ്പെടുത്തണം എന്ന് പറയാണ്. അതിനുശേഷം കല്യാണി പറയണ്ടേ, കുറച്ച് ദിവസമായി സൈറ്റിലൊക്കെ പോയിട്ട്, ഞാൻ സൈറ്റ് വരെ പോയിട്ട് വരാം. കല്യാണി നീ ശരിക്കും സൂക്ഷിക്കണം കേട്ടോ, ഞാൻ പോയിട്ട് വരാൻ കേട്ടിട്ട ഒരു കുഴപ്പമില്ല. പിന്നെ അച്ഛന്റെ ഗുണ്ടകൾ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ശരി, നീ നോക്കി പോയിട്ട് വാ എന്നൊക്കെ പറയണം. അങ്ങനെ കല്യാണി സൈറ്റിലേക്ക് പോണത് ഗംഗപ്രസാദ് റോട്ടിൽ കൂടി ഇങ്ങനെ റോഡരിയിൽ കാത്തുനിട്ട് ഇങ്ങനെ കാണുവാട്ടോ. ഓഹോ, അപ്പൊ ഇവള് സൈറ്റിലേക്ക് പോവാണ്. അപ്പൊ വീട്ടിലിപ്പൊ കിരൺ മാത്രമേ ഒറ്റക്കുള്ളൂ. അവനൊരു പണി കൊടുത്താലോ, കിടന്ന കിടപ്പ് കിടക്കാണ്, എന്നാലും ഒരു തട്ട് കൂടെ കൊടുത്താലോ അപ്പൊ കുറച്ചുകൂടി പേടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ അവന് ചെറിയൊരു ജീവൻ ഉണ്ടല്ലോ, അതിന്റെ ധൈര്യത്തിലാണ് ഇവള് ഇറങ്ങി നടക്കുന്നത്. അവൻ മരിച്ച ഇവളെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും അവിടെ പോകാം. പക്ഷെ അവിടെ ഇവളുടെ അമ്മയും പിന്നെ സംസാരിക്കാൻ കഴിയാത്ത ആ സ്ത്രീ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അവൻ രണ്ടിനെ തള്ളിയിട്ട് അവിടെ കിടക്കേ ഉള്ളൂ. എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ജെറി ജോൺ കല്യാണം ഇല്ലാത്ത സമയത്ത് തന്നെ നമ്മുടെ കിരണിന്റെ വീട്ടിലേക്ക് വരാട്ടോ. വാതിൽ മുട്ടുമ്പോ ദീപയാണ് വാതിൽ തുറക്കണത്. ദീപേനെ താരനെ പിടിച്ച് തള്ളിയതിനു ശേഷം നേരെ പോണത് നമ്മുടെ കിരണിന്റെ അടുത്തേക്കാണ്. കിരണിന്റെ അടുത്ത് പറയണ്ടേ, എടാ കിരണേ, നീ ഇപ്പോഴും ഇതേ കിടപ്പ് തന്നെയാണല്ലോ. എന്നിട്ട് നിന്റെ ഭാര്യക്ക് അഹങ്കാരത്തിന് ഒരു കുറവില്ല. ഞാൻ അവൾക്ക് മര്യാദക്ക് പറഞ്ഞതാണ്, ദേ നീ നിന്റെ കാര്യം നോക്കി, ഭർത്താവിന്റെയും അതുപോലെ തന്നെ മോന്റെയും കാര്യമൊക്കെ നോക്കി ഇവിടെ ജീവിക്കാൻ പാടില്ല, അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പാടില്ല അവൾക്ക്. പക്ഷെ അവൾക്ക് സംരക്ഷിക്കണം, അവളുടെ ചേച്ചിനെ സംരക്ഷിക്കണം. അത് ചേച്ചിയാണെങ്കിലോ അവളുടെ അമ്മയുടെ വയറ്റിൽ പ്രസവിച്ചതെന്നല്ല, അവളുടെ അച്ഛൻ വേറെ ഏതോ സ്ത്രീയിൽ ഉണ്ടായ ചേച്ചി എന്ന് പറഞ്ഞിട്ടാ നടക്കണത്. അവൾക്ക് അവളെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാ പോരെ. നോക്ക്, ഇനി എങ്ങാനും കല്യാണി കാർത്തികയുടെയും അവളുടെ അമ്മയുടെയും കാര്യത്തിൽ ഇടപെട്ട കിരണെ, നീ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, നിന്റെ കഴുത്ത് പിടിച്ച് ഞാൻ നെക്കി നിന്നെ ഇല്ലാതാക്കും ഞാൻ. നിന്നെ മാത്രല്ല നിന്റെ അച്ഛനെയും അമ്മേനെയും ഒക്കെ ഇല്ലാതാക്കും ഞാൻ. നീ നോക്കിക്കോ, എങ്കിലേ ആ കല്യാണി തളർന്നിരിക്കുള്ളൂ. അവളെ തളർച്ച കാണാൻ വേണ്ടിട്ടാ ഞാനിന്ന് നടക്കണത്. അവളെ ഞാൻ ഒന്നും ചെയ്യില്ല, അതോർത്ത് നീ പേടിക്കണ്ട. പക്ഷെ അവള് സ്നേഹിക്കുന്ന നിന്നെയും നിന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ ഓരോരുത്തരായിട്ട് എന്നെ ഇല്ലാതാക്കിയിരിക്കും, നോക്കിക്കോ എന്നൊക്കെ പണ്ട് കിരണിന്റെ കഴുത്തിനൊക്കെ കയറി പിടിച്ചിട്ടാട്ടോ ഗംഗപ്രസാദ് അവിടുന്ന് പോണത്. കിരണാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ കിരൺ പിടിച്ചു നിൽക്കാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിക്കണത് പൊളിച്ചു കളയണ്ടല്ലോ എന്നാലോചിച്ചിട്ട് കിരണിനെ പിടിച്ചു നിൽക്കാട്ടോ ഗംഗപ്രസാദ് പോണത്. കിരൺ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒച്ചയൊക്കെ ഉണ്ടാക്കി കയ്യൊക്കെ പിടിച്ച് മതിലിടിക്കാട്ടോ. എനിക്ക് അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാലോചിച്ചിട്ട് ദീപ പറയണ്ട്, മോനെ നീ സമാധാനിക്ക്, അവനിപ്പോ കിടന്ന് തുള്ളുന്നുണ്ടല്ലോ, അത് അവന്റെ വിചാരം അവനെന്തോ വലിയ ആളാണെന്നാ. പക്ഷെ അവനൊന്നുമല്ല, മോൻ പേടിക്കൊന്നും വേണ്ട, അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയാണ്. അതിനുശേഷം ഗംഗപ്രസാദ് പിന്നെ പോണ സേനന്റെ രൂപയുടെ അടുത്തേക്കാണ്. എന്തായാലും ആ രൂപ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കയ്യിൽ ഒരു തോക്കുണ്ട്. കഴിഞ്ഞ ദിവസം ആ തോക്ക് അവരെന്റെ നേരെ ചൂണ്ടി. ഇനി ആ തോക്ക് എങ്ങനെ എന്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അവരുടെ നേരെ ചൂണ്ടിട്ട് അവരെ നിറയെ ഒഴിക്കും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോണത്. അങ്ങനെ സേനന്റെ രൂപയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവർക്ക് അങ്ങ് ആയുധം ഒന്നും എടുക്കാൻ പറ്റാത്ത സമയം കേട്ടോ. അപ്പൊ അവരോട് പറയണ്ട്, നോക്കിയോ, നിങ്ങളുടെ മരുമകളുടെതും മോനടുത്തും മരുമകളുടെതും അതുപോലെ തന്നെ അവളെ സഹായിക്കാൻ നിൽക്കുന്ന ആ കാർത്തികേനെയും അവളുടെ അമ്മേനെ സഹായിക്കാൻ നിർത്തിക്കോളാൻ പറഞ്ഞേക്ക്. അല്ലെങ്കിൽ ആ കിരൺ അവിടെ വടി പോലെ കിടക്കുന്നില്ലേ, അവന്റെ ജീവൻ ഞാൻ അങ്ങോട്ട് എടുക്കും. അവന്റെ മാത്രം നിങ്ങളുടെ ജീവൻ എടുക്കും. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി ഞാൻ പറയാനൊന്നും വരില്ല. ആരുടെയെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ കൂട്ടക്കൊലപാതകം ചെയ്തിട്ടേ ഞാൻ ജയിലിലേക്ക് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിപ്പെടുത്തൊക്കെ ഗംഗ പോവാട്ടോ.
എന്തായാലും ഗംഗയുടെ ഈ പ്രാവശ്യത്തെ വിരട്ടലില് ശരിക്കും നമ്മുടെ രൂപ പേടിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഗംഗപ്രസാദ് ആരെങ്കിലും ഒരാളുടെ ജീവൻ എടുക്കുമെന്നൊക്കെ പറയണില്ലേ, അത് സത്യം തന്നെയാണ് കേട്ടോ. ആർക്കും ഒരാൾക്കും ഒരു ഇത് സംഭവിക്കും, ദുരന്തം സംഭവിക്കുന്നുണ്ട്. അത് കിരണിനും കല്യാണിക്കൊന്നുമല്ല, വേറെ ആർക്കെങ്കിലൊക്കെ ആയിരിക്കും. ഇനി ചിലപ്പോ കാർത്തികക്ക് തന്നെ ആയിരിക്കും. കാർത്തിക് ഓൾറെഡി ജീവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അതായത് ഗംഗപ്രസാദ് കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കാർത്തികയുടെ 15ാമത്തെ വയസ്സിൽ കരിങ്കല്ല് ഇട്ടിട്ട് കാർത്തികേനെ അതായത് ഉപദ്രവിച്ചുകൊണ്ട് കാർത്തികയുടെ തലക്ക് നല്ല പരിക്കുണ്ട്. അവള് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റിലാണ്. ഓരോരോ സെക്കൻഡും അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് അവൾ ജീവിക്കുന്നത്. പക്ഷെ എന്നിട്ടും അവൾ ആ സ്വത്തുക്കളൊന്നും എനിക്ക് തരുന്നില്ല. അതാണ് എനിക്ക് ദേഷ്യം. അഥവാ അവൾ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ അമ്മ കിളവിയാണല്ലോ, അവര് മരിക്കാനായിരിക്കാൻ അവര് സ്വത്തുക്കളൊക്കെ ഏതിന് അനാഥാലയത്തിൽ എഴുതി വെക്കുമെന്നാ പറയണത്. അപ്പോൾ എനിക്ക് തരാൻ അവർക്ക് ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് അവര് ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഗംഗപ്രസാദ് തീരുമാനിക്കുകയാണ്. അത് മാത്രല്ല, ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടി വരുമ്പോഴേക്കും നമ്മുടെ കിരണും കരുണയ്ക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ രാഹുലും ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം. രാഹുലിനെ ഇപ്പൊ ചെറുതായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ, അയാൾ ഒന്നും കൂടി കിടപ്പിലാക്കണം എന്ന് നമ്മുടെ കിരൺ വിചാരിക്കുകയാണ്. എന്തായാലും മനോഹറിന്റെ വിവാഹത്തിന് രാഹുലും ഷാരിയൊക്കെ പോകുന്നുണ്ടല്ലോ. എന്തായാലും അത് വലിയൊരു ന്യൂസ് ആവാൻ പോവാണ്. ആ ന്യൂസ് ആവുമ്പോഴേക്കായിരിക്കും സരിയു സത്യങ്ങളൊക്കെ അറിയാൻ പോണത്. അങ്ങനെ സരിയു സത്യങ്ങളൊക്കെ അറിയാണെങ്കിൽ തന്റെ അച്ഛനും അമ്മയും കൂടി തന്നെ പറ്റിച്ച കാര്യം കൂടി അറിയാണ് സരിയു. എന്തായാലും സരിയുവിന്റെ മനോഹറിന്റെ തകർച്ചയെ കൂടി കാണാൻ പോവാട്ടോ. മനോഹർ വന്ദനെ വിവാഹം കഴിക്കാൻ പോണ സ്ഥലത്ത് അവിടെ പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാർ പറയണത് നമ്മുടെ വന്ദനയുടെ വകയിലുള്ളൊരു അമ്മാവനും അതുപോലെ തന്നെ അങ്കിള് ആണ്, ചിറ്റപ്പനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ വരുന്നത്. മനോഹറിന് അപ്പൊ തന്നെ ജീവൻ പോവാട്ടോ. ഈശ്വര, എന്റെ കഥ തീർന്നു തോന്നുന്നു. കോടിക്കണക്കിന് രൂപ കിട്ടിയതാണ്. കല്യാണം കഴിഞ്ഞത് വിഡ്രോ ചെയ്യാനും പറ്റില്ല. ആ കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പോകണം. ഏതായാലും അവളുടെ കൂടെ ജീവിക്കൊന്നും വേണ്ട. കല്യാണം കെട്ട് കഴിയാ, ഒപ്പിട, സ്വത്തുക്കളൊക്കെ അപ്പൊ തന്നെ ബാങ്കിൽ നിന്ന് അതായത് പണം തന്ന ചെക്കുകളൊക്കെ മാറിയിട്ട് എന്റെ ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ നാട് വിടുക. അങ്ങനെയുണ്ട് മനോഹർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ കല്യാണ മണ്ഡപത്തിൽ എത്തുന്ന മനോഹറിനെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അവിടെ ഉള്ളത്. നോക്കുമ്പോഴേക്കും നമ്മുടെ വാരുണായിട്ട് വന്ദന വന്നിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. മനോഹറിന് സന്തോഷമാവണം. അതിസുന്ദരിയായിട്ടാണ് എന്റെ പെണ്ണ് വന്നിരിക്കുന്നത് എന്നൊക്കെ മനോഹർ ഇങ്ങനെ വിചാരിക്കാട്ടോ. അപ്പൊ ദേ വന്ദന മുടിയൊക്കെ എടുത്ത് മാറ്റി ദേ വരുണാവാണ്. അത് മാത്രല്ല താൻ സ്നേഹിച്ച നിതേനെയാണ് ആ വരുൺ വിവാഹം കഴിക്കാൻ പോണത്. മനോഹറിന് മനസ്സിലാവാണ് എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് തന്നെ പൊട്ടനാക്കിയതാണെന്ന്. അത് മാത്രല്ല, ഇത് വലിയൊരു ന്യൂസ് ആവുമ്പോ സരിയുവിന്റെ അടുത്ത് നിൽക്കാനുള്ള ചാൻസും പോവാണ്. കാരണം സരിയും സത്യം മനസ്സിലാക്കാട്ടോ. അങ്ങനെ ഈ വരുന്ന ആഴ്ച വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആഴ്ച കേട്ടോ. സത്യങ്ങളൊക്കെ ഓരോരുത്തർ അറിയണതും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിക്കും കിരണും എന്തോ വലിയ തിരിച്ചടി കിട്ടുന്ന ഭാഗവും ഒക്കെ തന്നെയുണ്ട്. പിന്നെ കാർത്തിക എന്തായാലും എന്താണ് ആ ഒരു തനിക്ക് താൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം കാർത്തികയായിട്ട് എന്തായാലും കിരണിന്റെ അടുത്തും കല്യാണിന്റെ അടുത്തും പറയില്ല. പക്ഷെ നമ്മുടെ ഗംഗപ്രസാദ് പറയും കേട്ടോ കാർത്തികയുടെ ഈ ഒരു അസുഖത്തെ കുറിച്ചിട്ട്. അത് കേൾക്കുമ്പോഴായിരിക്കും കിരണും കല്യാണിയൊക്കെ ശരിക്കും തകരാൻ പോണത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ. കാർത്തികൻ എങ്ങനെയൊക്കെ ചികിത്സിച്ച് ശരിയാക്കുമായിരിക്കും. അങ്ങനെയാണല്ലോ, കാർത്തിക ചിലപ്പോൾ മരിക്കാൻ ചാൻസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അഥവാ മരിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ ഗംഗപ്രസാദ് ഇല്ലാതാക്കി തന്നെയായിരിക്കും കാർത്തിക മരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.